അപ്പൊ ഞങ്ങളിപ്പോ 100 സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളിപ്പോ തേർഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ പൈൻ സ്ക്രിപ്റ്റിൽ വെച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നിങ്ങൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ഫയലും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി ഫയൽസ് അയച്ചു തന്നിട്ടുണ്ട്. ആ സാധനം നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കണ്ടോ ബുള്ളിഷ് വിക്ട് ബോഡി അത് ഓരോന്ന് കാണിക്കാൻ തോന്നും. പറഞ്ഞു മനസ്സിലായി. വിക്ട് ബോഡികൾ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ചില ഈ വിക്ട് ബോഡിയിൽ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ വിക്ട് ബോഡി ഇതൊക്കെ ഓക്കെയാണ്. ഈ വിക്ട് ബോഡി കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ വിക്ട് ബോഡി അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് വരും. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സപ്ലൈ ആൻഡ് റെസിസ്റ്റൻസ് അതിന്റെ ക്ലാസ് നമ്മുടെ ഇന്ന് റോഷൻ അത് നിങ്ങൾക്ക് എടുക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് ഓട്ടോമാറ്റിക്കലി അതിനും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞു തരും. ഈ രണ്ട് ഇൻഡിക്കേറ്ററും നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവില് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പകുതി പണി നിങ്ങളുടെ കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലാവണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഓൺ, ഇത് മാർക്ക് ചെയ്തതാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൈൻ സ്ക്രിപ്റ്റിൽ മാർക്ക് ചെയ്ത സാധനമാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഓൺ. ഓക്കെ, ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി താഴോട്ട് പോകും. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക് മേലോട്ട് പോകും. പറഞ്ഞു മനസ്സിലാവും. അപ്പൊ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് നമുക്കൊരു വിക്ട് ബോഡി കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിന്റെ ഡയറക്ഷൻ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായിരുന്ന കാര്യം? അതായത് ടോപ്പിലുള്ള റെസിസ്റ്റൻസാ? അത് പറഞ്ഞു തരും. അത് റോഷൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തായിരിക്കും എന്താണ് റെസിസ്റ്റൻസ് സോൺ, സപ്ലൈ സോൺ എന്താണ്, ആ കാര്യങ്ങൾ റോഷൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് റോഷൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ റോഷനിൽ ഹാൻഡ് ഓവർ ചെയ്യും. റോഷൻ ആ കാര്യം ക്ലാസ് എടുക്കും. നിങ്ങൾ എല്ലാ വിക്ട് ബോഡി കണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. വിക്ട് ബോഡി അഗെയിൻ EMA-ന്റെ മേലെയാണോ താഴെയാണെന്ന് നോക്കി കൺഫർമേഷൻ അത് എടുക്കണം. വിക്ട് ബോഡി കൺഫർമേഷൻ എടുക്കണം. റെസിസ്റ്റൻസ് സോൺ, സപ്ലൈ സോൺ നിങ്ങൾക്ക് മാർക്ക് ചെയ്യും. അവിടെ വന്നതിൽ മാർക്കറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് റോഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നമ്മുടെ മൊത്തത്തിലൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു ഔട്ടും കാര്യങ്ങളും തരാൻ വേണ്ടിയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ഈ കാര്യങ്ങൾ റോഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി ഞങ്ങൾ 4th സ്റ്റേജിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, ഇത് സ്റ്റേജ് ഇത് മാനുവലാണ്. നമുക്ക് ഇനി ഈ കാര്യങ്ങൾ മൊത്തം നമ്മൾ ആർട്ടിഫിഷ്യലി ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി റൺ ആകുന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഇൻബിൽറ്റ് ചെയ്തു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ബേസ്ഡ് ബോട്ട് എന്ന് പറയുന്നത്, ബോട്ട് സിസ്റ്റം. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണെങ്കിലും അത് നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാം. അതാണ് നമ്മുടെ 4th സ്റ്റേജ്. പറഞ്ഞ് മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? മനസ്സിലാവണ്ടോ? ഓക്കെ, നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ ബിൽഡ് ചെയ്തു. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ മാസമാണ് നമ്മൾ വെച്ചത്. പക്ഷെ എഗെയിൻ അത് നിങ്ങൾ മാനുവലി ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ വളരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അതിനിടയ്ക്ക് യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ ഇറക്കിയായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഇമോഷണലി ചെയ്യാണ്ട്, ഇമോഷൻ തീരെ വേണ്ട, ട്രേഡിങ് ചെയ്യാനായിട്ട് വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രേഡിങ് എടുക്കാം. പ്രോഫിറ്റ് മാത്രം എയിം ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ 4ാമത് മുന്നോട്ട് വെക്കുന്നതാണ് AI ബേസ്ഡ് ബോട്ട് സിസ്റ്റം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തു. അത് നമ്മൾ ഓൾറെഡി ട്രെയിൽ റണ്ണിൽ നമ്മൾ ബാക്ക് എൻഡ് നമ്മൾ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബോട്ട് വൺസ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രോക്കറായിട്ട് കണക്ട് ചെയ്യണം. എഗെയിൻ നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രോക്കറായിട്ടാണ് കോമ്പീറ്റ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ ബ്രോക്കർ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പുതിയ എക്സ്റ്റേണൽ സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ബ്രോക്കറും അനലൈസ് ചെയ്ത് റിസ്ക് മാനേജ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്യണം. അത് നമ്മുടേതായ നമുക്ക് വിട്ടേക്ക്. അത് നമ്മുടേതായ ഇതിൽ ബാക്ക് എൻഡിൽ നമ്മൾ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പക്ക പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അത് ലോഞ്ച് ചെയ്യും. അത് ചിലപ്പോൾ 2 ആഴ്ച എടുക്കും. അപ് ടു 1 മന്തിനുള്ളിൽ നമ്മളത് ലോഞ്ച് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കും. എഗെയിൻ അതിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്.
ബോട്ടിന്റെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ പഠിക്കണം. നമുക്ക് ഏത് ഏത് റേഞ്ചിലാണ് വർക്ക് ചെയ്യണമെന്ന് വെക്കാം. ചിലപ്പോൾ അത് പറയാം, നമ്മൾ ബോട്ട് ഡിസൈൻ ചെയ്തതിന് $3,000 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഡിസൈൻ ചെയ്തവരാണെങ്കിൽ അതെല്ലാവർക്കും എടുക്കാൻ പറ്റുമെന്നുള്ള പ്രാക്ടിക്കാലിറ്റി ഡിഫിക്കൽറ്റി നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളിലും അതിലുണ്ട്. പക്ഷെ അത് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ട്രേഡ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അത് വൺസ് നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ അത് നമ്മൾ പിച്ചും ചെയ്യും. ഇതാണ് നമ്മുടെ ഫൈനൽസ് ആണ്, ഔട്ട്. നിങ്ങൾ ആരും ട്രേഡ് ഇതാക്കണ്ട. നിങ്ങൾക്ക് ഇതിലൊരു ഫിക്സഡ് പൈസ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തോളും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഔട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മൾ ട്രെയിൽ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രോഫിറ്റ് ആണ് നല്ലത് തന്നെ. 10-15% മന്ത്ലി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റിസൾട്ട് എടുത്ത് അതിന്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് ഫൈനൽ അറേഞ്ച് ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയാണ് മൊത്തത്തിൽ മാർക്കറ്റിലേക്ക് നമുക്ക് ഇറക്കുള്ളൂ. അതിന് സമയം നമുക്ക് വേണം, അതിന് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. ഇതുവരെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇതല്ലോ ഓക്കെ അല്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. നിങ്ങൾക്ക് ഇമോഷണലി സെറ്റ് ആവാനുള്ള കാര്യങ്ങൾ നമ്മളെല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രോക്കർ SCA റെഗുലേറ്റഡ് ആയ ബ്രോക്കറാണ്. അപ്പൊ നിങ്ങളുടെ ആദ്യം പൈസ പോകാനായിട്ട്, ഇപ്പൊ നാളെ നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിനെ നിങ്ങളൊരു സ്ഥാനം തുടങ്ങിയിട്ട് ഞങ്ങളുടെ പൈസ നിങ്ങളുടെ പറഞ്ഞു ഇട്ടു, ആ പൈസ പോയി, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ന്യൂക്ലിയർ മെഡിസിൻ, എന്റെ പ്രൊഫഷൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ്, ക്ലീവ്ലൻഡിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ വർക്കും കാര്യങ്ങളായിട്ട് എന്റെ സൈഡിൽ കൂടെ അത് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് നമ്മൾ ട്രേഡിങ് അത്രയ്ക്കും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതിന് ഒരു വിട്ടുവീഴ്ച ഇല്ലാണ്ട് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കും തരും. ഓക്കെ അല്ലേ? അതിന് ട്രേഡിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് വരെ നമ്മൾ പോകുന്നുണ്ട്. അതിന് സപ്പോർട്ട് നിങ്ങളും നമുക്ക് ചെയ്യാം. ഇതൊക്കെയാണ് എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അവസാനമായിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ ഒരു കൊല്ലം ആവാണ്. ഇപ്പൊ നമ്മളൊരു പുതിയ ഓഫീസിലേക്ക് മാറാണ്. നിങ്ങൾ ഓഫീസിൽ വന്ന ആൾക്കാർക്ക് മനസ്സിലാവും, നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിലുള്ള ഒരു ഓഫീസാണ്, ചെറിയ ഓഫീസാണ്. നമുക്ക് അടുത്ത നല്ലൊരു വലിയൊരു ഓഫീസിലോട്ട് മാറുന്നുണ്ട്. അടുത്ത നമ്മുടെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു ഓഫീസ്, ഓൺലൈൻ സ്റ്റുഡൻസ് എല്ലാവർക്കും വന്ന് ഇരുന്ന് ഒരുമിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി വളരണം. നമുക്ക് കളിച്ച് ചിരിച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഒരു ഔട്ടായിട്ട് നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുനടക്കാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ല, ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഞാൻ റോഷൻ എല്ലാവർക്കും മനസ്സിലായില്ല? വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക്? വല്ലതും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് വല്ല സജഷൻസോ നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ ബോട്ടിന്റെ പറയുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായതുകൊണ്ട് സാൽഗോയും ബോട്ടിന്റെ പറയുകയായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സുകൾ കാര്യങ്ങൾ എല്ലാം റോഷന് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. റോഷ, നീ ലൈവിൽ കയറിക്കോ, ഞങ്ങൾ മൊത്തത്തിൽ ബിസിയാണ്, ഞങ്ങൾ മാറ്റിത്ത. ഇത് കാരണം ഇത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഒരു ബിൽഡ് ചെയ്യാന്നുള്ള കാര്യത്തിൽ 100,000 തലവേദന കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മൊത്തം പിറകിലായിരുന്നു. അത് ശേഷം നമ്മൾ സക്സസ് ആയി. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു. എക്സലന്റ് പെർഫോമൻസ് ആണ്. നമ്മൾ 10-50% എന്ന് പറയുന്നത് റഫാണ്. നമുക്ക് നാളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഓക്കെ, ചിലപ്പോൾ 30% ആവും, 40% ആവും, 1 month ആവാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പറയാണ് ഓക്കെ, നിങ്ങൾ 30-40% പറഞ്ഞുകൊണ്ട് നമ്മളെ നിങ്ങൾക്ക് കിട്ടുള്ള എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 10-50% പറഞ്ഞത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ അടുത്ത ഒരു 1 monthനുള്ളിൽ അതിന്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതിന് നമുക്കും നിങ്ങളെയും വളർത്താം, നമ്മളും എല്ലാം ഒരുമിച്ച് വളരാം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പൊ വല്ല ഡൗട്ടോ സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. മന്ത്ലി നമ്മളൊരു മീറ്റിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പല ചലഞ്ചസ് കാര്യങ്ങളുണ്ടോ, നല്ല ബെസ്റ്റ് ട്രേഡർ, അതിന് നമ്മളൊരു ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളൊരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പ്രൈസും കാര്യങ്ങളും ചലഞ്ചസും കാര്യങ്ങൾക്കും കുറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ആനിവേഴ്സറി ആയിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടാൻ കഴിയും. അത് ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഫാമിലിയും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ റോഷൻ ബാക്കി ഞാൻ ഓക്കെ, താങ്ക് യു. മോർണിംഗ് കാണില്ലേ? ഞാനൊരു 1.5 കൊല്ലമായിട്ട് ഞാൻ രാവിലെ ഒരു 3:30-4 മണിക്ക് അങ്ങനെ എണീക്കും. എന്നിട്ട് അത് ഇപ്പോഴും ഉണ്ട്, നമുക്ക് മോർണിംഗിൽ കാണാം. നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കൂടെ ഒരു 4 മണി 4:30 എണീറ്റിട്ട് എക്സസൈസും കാര്യങ്ങളും നടക്കാനും പോകും.
സൈഡിൽ കൂടെ ട്രേഡും കാര്യങ്ങളും മുന്നോട്ട് പോകും. ഒരു 5:30 ഇതൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ വർക്ക് അങ്ങനെയൊക്കെ ഇടും. പക്ഷെ എനിക്ക് ഇതേവരെ എല്ലാ ദിവസവും ഒരു $100-200 പ്രോഫിറ്റ് കിട്ടും. നല്ല മാർക്കറ്റാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ലൈവിലും പറയുന്ന കാര്യമാണ്. നിങ്ങൾ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്തോ. ഒരു 4:30-5 മണി തൊട്ടുള്ള മാർക്കറ്റ് അടിപൊളി മാർക്കറ്റാണ്. ഓക്കെ, ഓക്കെ. അപ്പം നടക്കട്ടെ. ഞാൻ അപ്പൊ ഇത് നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോറക്സ് ഇത് ഉണ്ടോ, ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല, മാർക്കറ്റിന് ഒന്നുമില്ല. ഫ്രൈഡേ വരെ ഉണ്ട്? ഫ്രൈഡേ നമ്മളെ ഓഫീസ് അവധിയായിരിക്കും. നമ്മള് നാളെ ഓഫീസ് ഉണ്ടാവും. അല്ലല്ല, ഈ ഇല്ല, നമുക്ക് ഫോറക്സ് ഓപ്പൺ ആണോ? അല്ല, ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്. വേറെ ഓക്കെ കുഴപ്പം ഓക്കെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഓക്കെ റോഷന് ബൈ. ഹാൻഡ് ഓവർ ചെയ്യണം. ശരി, താങ്ക് യു. ഹലോ. കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. കാണാനിരിക്കുമായിരുന്നു. എന്തിനടിക്കാനാണോ? സോ ഇത് എല്ലാരും സെർച്ച് ചെയ്തിട്ട് കിട്ടിയിരുന്ന ഇൻഡിക്കേറ്റർ, നമ്മളെ എഫക്സ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, എല്ലാരും ട്രേഡിംഗ് എഫ്എക്സ് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതാ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാണെന്ന് അതില് ഒന്ന് ഇതിൽ അതിൽ കാണിക്കാമോ? നമ്മളെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇൻഡിക്കേറ്റർ സെക്ഷൻ ഇവിടെ ഉണ്ടാവും. ഇൻഡിക്കേറ്റർ ഫോണിൽ മൈക്ക് ഓൺ ആയിരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. സോ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവാ. സെക്ഷനിൽ പോയിട്ട് അവിടെ നമ്മൾ അടിച്ചു കൊടുക്കും, ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഫ്എക്സി ഈ സ്ട്രാറ്റജി അടിച്ചു കൊടുക്കും. സ്ട്രാറ്റജി ആർമൊക്കെ അടിക്കുമ്പോഴത്തേക്കും വരും. ഇതിൽ 5E17 എന്ന് പറഞ്ഞിട്ടേ ഒന്നുണ്ടാവും. ഓക്കെ. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടെണ്ണം കാണും അതിൽ. ഈ ഒരു 17 എന്ന് പറഞ്ഞൊരു നമ്പർ ഇവിടെ കാണുന്നുണ്ട്, അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സോ അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കിയാൽ നമ്മളെന്താ പല ടൈം ഫ്രെയിമിലും പല വിക്ട് എഫക്സി ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിൻലി നമ്മൾ ഇപ്പം ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന സമയത്തെ നിങ്ങളൊക്കെ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യല്? ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം. ഇപ്പൊ എങ്ങനെയാ ചെയ്യല്? ഇപ്പം ഓൾമോസ്റ്റ് 5 മിനിറ്റ് 50 അങ്ങനെ മാക്സിമം. ഓക്കെ. ഇത് ബെറ്റർ റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടുക എപ്പോഴാന്ന് അറിയാം. നമ്മള് ഒരേ ടൈം ഫ്രെയിമില് ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഗോൾഡിൽ എന്താ മെയിൻലി നോക്കുന്നത്, നമ്മള് സ്കാൽപ്പിങ് നോക്കുന്നുള്ളൂ. അപ്പം ഗോൾഡ് ഇപ്പം ഓവറോൾ മാർക്കറ്റ് അപ്പിലാണെങ്കിലും ഡൗണിലാണെങ്കിലും നമുക്ക് മെയിൻലി നമ്മൾ മാർക്കറ്റിൽ എന്താ പറയുക, ഒരു ട്രേഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു 5-10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രേഡിന്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവും. സോ ഈ ഒരു ബേസിലായിരിക്കും എന്ത് എടുക്കേണ്ടത്, ടൈം ഫ്രെയിം ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ്സോ അല്ലെ 3 മിനിറ്റ്സോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ 3 മിനിറ്റ്സിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി എഫക്സി ക്യാൻഡിൽസ് വരുന്ന സമയത്തെ. സോ ഇതില് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരും ഇത്. പിന്നെ നമുക്ക് മെയിൻലി ഇപ്പൊ ഒരു എഫക്സി നമുക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ വിറ്റ് ബോഡി നമുക്ക് മാർക്കറ്റിൽ കാണിച്ചു തന്നാലേ ഈ ഒരു ട്രേഡിൽ എൻ്റർ ആവേണ്ട ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു EMA ക്രോസ്, നമ്മൾ EMA ക്രോസ് ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ ഒരു ബെയറിഷ് ആണെങ്കിൽ EMA ക്രോസിന്റെ താഴത്തായിരിക്കണം എന്ത് വരണ്ടേ, ഫോം ആയിട്ട് വരണ്ടേ. ബെയറിഷ് വിക്ട് ബോഡി ആയിട്ട് വരണ്ടേ എന്താണ്, EMA ക്രോസിന്റെ താഴത്തായിരിക്കണം ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത്. ഈ ഒരു കൺഫർമേഷനും കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ട്രേഡിൽ എൻ്റർ ആവേണ്ടത് കേട്ടോ. സോ ഇതില് പിന്നെ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ അത്? നമുക്കിപ്പോ നമ്മൾ നോക്കുന്ന സമയത്തെ നമ്മള് സൂം ചെയ്ത് കാണിച്ച അങ്ങനെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ചാൽ നമ്മളിവിടെ നോക്കുന്ന സമയത്തെ നമ്മളൊരു ഒരു ട്രേഡിൽ ഇപ്പൊ ഒരു ബെയറിഷ് എൻഗൾഫിങ് നമുക്ക് ഫോം ആയി വന്നെന്ന് വെച്ചോ. ഇവിടെ അങ്ങനെ ഒരു ബെയറിഷ് എൻഗൾഫിങ് വന്നിട്ടുണ്ട് എന്ന് വെച്ചോ. ഇവിടെ ഇങ്ങനെ ഒരു ബെയറിഷ്, ഇതൊരു ബെയറിഷ് എഫക്സി ക്യാൻഡിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇവിടെ ഇതിന്റെ ക്രൈറ്റീരിയ എന്താ, രണ്ട് വിക്കിനെയും
മൂന്നാമത്തെ ക്യാൻഡിൽ ബോഡി കൊണ്ട് ക്ലോസ് ചെയ്യണം അല്ലേ. സോ ഇതൊരു ഫോമാണ്, ഒരു ബെയറിഷ് ഫോമാണ്. ഇതൊരു റെഡ് കളറുള്ള ക്യാൻഡിൽ താഴോട്ട് ക്ലോസ് ചെയ്യെങ്കിൽ. സോ ഇതിൽ നമുക്ക് 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓരോ 5 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് ഓരോ ഓപ്പർച്യൂണിറ്റി, ഓരോ എഫ്എക്സി ക്യാൻഡിൽസ് മാർക്കറ്റ് ഫോം ചെയ്യും. സോ അതിന്റെ ബേസിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റൂല, ട്രേഡ് എടുക്കാൻ പറ്റൂല. ഇതിന് ജസ്റ്റ് ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം റണ്ണാവും. അതിനൊരു കൺഫർമേഷൻ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഇ എം എ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പൊ നോക്കുന്ന സമയത്ത് മൂവിങ് ആവറേജ് പ്രൈസിന്റെ താഴത്താണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായി, ഇതൊരു കൺഫർമേഷനോട് കൂടിയിട്ടുള്ള ഒരു ട്രേഡ് ആയിട്ടോ. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ 5 മിനിറ്റിന്റെ ഒരു എഫക്ട് വരുന്നെങ്കിൽ EMA എത്രയാണ് ഇടേണ്ടത്? EMA 9. അതായത് മീൻസ് എന്താണ് അതിൽ വരുന്നത്, നോർമലി കിടക്കുന്നത് അല്ലേ? അതെ അതെ, നോർമലി EMA 9 തന്നെ ഏറ്റവും നല്ല. പിന്നെ 14 12 എത്താണ്ട് അദ്ദേഹം ഫൈസ് ബ്രോനോട് ചോദിച്ചിട്ട് പറഞ്ഞത് അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. സോ ഇവിടെ ഒക്കെ നോക്കുന്ന നമ്മളിപ്പം പേറിഷ് അല്ലേ പറഞ്ഞത്. ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന മാത്രം. അതെ അതെ അതെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഇതിപ്പോ ഓൾറെഡി വന്നത് കൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു EMA ലൈൻ, എന്താ പറയുക, ലൈൻ ഇങ്ങനെ കാണുന്നത്. അല്ലാത്ത സമയത്ത് അറിയാലോ, EMA യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ലൈന് വരുള്ളൂ. ഫ്യൂച്ചറിലേക്കുള്ള ലൈൻസ് കാണിച്ചത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ. ഇതൊക്കെ ഇൻഡിക്കേറ്റർ അല്ലേ. നമ്മൾ ഈ ബെയറിഷ് വിക്ടിം ബോഡി നമ്മളുടെ ഒരു കോൺസെപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് അതൊരു സ്ട്രാറ്റജി ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആയി. മറ്റൊക്കെ മാർക്കറ്റിന്റെ പ്രൈസ് മൂവ്മെന്റ്സിന്റെയും കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതൊരു ഇൻഡിക്കേഷനെ നമുക്ക് എന്താ എടുക്കാൻ കഴിയും, ഒരു കൺഫർമേഷൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്കൊരു ബെയറിഷ് എൻഗൾഫിങ് ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഉള്ള ഏതൊരു ബുള്ളിഷും ബെയറിഷും ഒന്ന് കാണിക്കാമോ അതുമായിട്ട് ക്രോസ് ചെയ്തേക്കുന്നത്? ഇതാ ഇവിടെ ബുള്ളിഷ് എൻഗൾഫിങ് വന്നതാണല്ലോ മാർക്കറ്റിൽ. അതെ ഇത് പ്രൈസ് എവിടെ ഉള്ളത്, മുകളിലല്ലേ. നമുക്ക് ഇവിടുന്ന് തന്നെ എൻട്രി എടുക്കാൻ കഴിയും. അതെ അതെ, അതിന്റെ ശേഷം നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനെ മാർക്കറ്റിൽ കാണിച്ചു തരുമല്ലോ. നമ്മളിപ്പോ ലൈവ് മാർക്കറ്റിൽ ഇവിടെ ആണെങ്കിലേ ഇതിപ്പോ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമുക്ക് 3 മിനിറ്റ്സിലാട്ടോ ഞാൻ നോക്കുന്നത്. 3 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതാണ്. ഇത് എന്ത് ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തത്, ബുള്ളിഷ് ബുള്ളിഷ് ആയിട്ട് ഫോം ചെയ്ത്. ഇത് ഈ EMA പുറത്തല്ലേ പോയിട്ട് ക്ലോസ് ചെയ്തത്. ഈ EMA ലൈനിന്റെ ലൈൻ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പറ്റി കൊടുത്തറിയുന്നുണ്ട്. നോക്കിയേ, ഓക്കെ, അതായത് ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് അതെ ക്രോസ് ചെയ്തത്. ഇതിങ്ങനെ കാണിച്ചു തരും. ഈ ഒരു ഇൻഡിക്കേഷനെ നമുക്ക് മാർക്കറ്റ് കാണിച്ചു തരുമല്ലോ. ഇത് ഇങ്ങനെ കാണിച്ചു തരൂല, നമുക്കേ ഇങ്ങനെ കാണാൻ പറ്റൂല. പുറത്ത് പോകുന്ന നമുക്കൊരു എന്താ പറയുക, മാർക്കറ്റ് ഈ ഒരു രീതിയിൽ പുറത്ത് പോയിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളൊരു ഇൻഡിക്കേഷനേ ഉള്ളൂ മാർക്കറ്റ്. ഓക്കെ, ക്യാൻഡിലെ. സോ ഈ EMA ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഈ ഒരു ബുള്ളിഷ് വിക്ട് ബോഡിയാ കിട്ടിയെങ്കിൽ നമുക്ക് എന്താണ് കൺഫർമേഷൻ ആയിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ EMA മുകളിൽ ക്ലോസ് ചെയ്ത്, മൂവിങ് ആവറേജിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, കൺഫേം ആയിട്ടാണ് ഒരു ബൈ പ്ലേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അതിന്റെ താഴത്തൊക്കെ വെച്ചിട്ട്. ഇപ്പൊ ഇത് നല്ല കൺഫർമേഷൻ ആണെന്നാണോ പറയുന്നത്? അപ്പൊ ഇത് അതെ അതെ അതെ, അതായത് ലാസ്റ്റത്തെ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഒരു 70% അത് ക്രോസ് ആയത്. അതെ അതെ അതെ. അപ്പൊ ആ ഒരു EMA നമുക്ക് താഴെ ആയിരുന്നെങ്കിൽ എടുക്കാൻ പാടില്ല, അത് കൺഫർമേഷൻ അല്ല. അല്ല, കൺഫർമേഷൻ അല്ല. അത് 50% മേളിൽ കൂടെ ക്രോസ് ചെയ്യുന്നെങ്കിൽ കൺഫർമേഷൻ ആണ്. ഇത് മുകളില് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാം, പുറത്ത് പോയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാം. ഈവൻ ഈ EMA മുകളിലാന്ന് വെച്ചോ, ക്യാൻഡിൽ ക്യാൻഡിലിന്റെ വെളിയിലായിരുന്നെങ്കിൽ വെളിയിലാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ഇല്ല, ട്രേഡ് എടുക്കാൻ പറ്റൂല. ഓക്കെ, അതായത് ലാസ്റ്റ് മൂന്നാമത്തെ ക്യാൻഡിൽ ക്രോസ് ചെയ്യണം EMA, അങ്ങനെയാണ് അതെ അതെ കൺഫർമേഷൻ. അതെ അതെ അതെ. ഓക്കെ, ഇതിന്റെ ശേഷം പിന്നെ മാർക്കറ്റിൽ ഒരു മിനിറ്റ്.
ക്ലോസ് ഇട്ടാണ് 250 അല്ല 500 ആ ഇതിന്റെ ഇതിനൊരു അവസ്ഥയാണ് മറ്റേ സിനിമ ആയിട്ടില്ല സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ടൈം ഫ്രെയിം തന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഒരു ഇതിന്റെ ഒക്കെ ടി പി നമ്മൾ അധികം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ അധികം 1:2 എന്നുള്ള റിസ്ക് റിവാർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അധികം ആൾക്കാരും ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു $10 സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഒരു $20 ആയിരിക്കില്ല സ്റ്റോപ്പ് വിത്ത് ടി പി വെച്ചിട്ടുണ്ടാവാം. ഹലോ അതെ അതെ കറക്റ്റ് ആണ്. അതെ അതെ അതെ. പക്ഷെ ഇതിനെക്കാട്ടി ആ അപ്പൊ റിസൾട്ട് ഉണ്ടാകുന്നതേ നമ്മൾ ഒരേ ടൈം ഫ്രെയിം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്തെ ഗോൾഡിന്റെ കേസിൽ എപ്പോഴും മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു 25 പിപ്സ് എങ്കിലും മാർക്കറ്റ് നമുക്ക് തരും. നമുക്ക് ബെയറിഷ് മാർക്കറ്റ് നമ്മളിപ്പോ സെല്ല് ചെയ്തെന്ന് വെച്ചോ ഒരു 25 പിപ്പെങ്കിലും ഇറങ്ങിയിട്ട് അത് വീണ്ടും നമ്മളെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയിട്ട് ഹിറ്റ് ആവാം. നിങ്ങള് ലൈവില് വരുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം ഒരു $5-10 ഇങ്ങനെ കാണിച്ചു തന്നിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് റിവേഴ്സ് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത്. റിവേഴ്സ് വരും. അതെ അതെ. അപ്പൊ ഈ സ്കാൽപ്പിംഗ് സെക്ഷനിൽ നിങ്ങളിപ്പോ മാർക്കറ്റില് എല്ലാ വിക്ട് ബോഡീസും എടുക്കണമെങ്കിൽ രാവിലെ തൊട്ടിട്ട് മാർക്കറ്റിൽ ഇരിക്കണം അല്ലേ, ഒരേ ടൈം ഫ്രെയിം ഫോളോ ചെയ്യുന്നത്. അതെ അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 1 hour നിങ്ങൾ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് വരുന്ന ഇപ്പൊ 3 മിനിറ്റ്സ് 2 മിനിറ്റ്സ് അല്ലെ 1 മിനിറ്റ് എടുക്കണ്ട 3 മിനിറ്റ്സ് 2 മിനിറ്റ്സ് വരെയും പോവാം അല്ലെ 5 മിനിറ്റ്സ് ഏതാണോ ടൈം ഫ്രെയിം അതിൽ സ്റ്റിക്ക് ചെയ്യുക. ഈ 1 hour കാണുന്ന നമുക്ക് മാർക്കറ്റിൽ കാണിച്ചു തരുന്ന FXC കാൻഡിൽ അതല്ലെങ്കിൽ വിക്ട് ബോഡി കാൻഡിൽസ് നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് പുഷ് ചെയ്യാം. കാണുന്ന എല്ലാ വിക്ട് ബോഡി നമുക്ക് ട്രേഡ് പുഷ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കൺഫർമേഷൻ കൂടി നമ്മൾ എന്താ ഇതിൽ ആഡ് ചെയ്തേ നമ്മള് EMA ലൈനിന്റെ മുകളിലോ താഴത്തോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഒരു ട്രേഡിൽ എൻ്റർ ആവും. സോ ഇങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളൊരു സ്കാൽപ്പിംഗ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 25 പിപ്സ് മാക്സിമം എന്ത് ചെയ്യുള്ളൂ നോക്കുന്നുള്ളൂ. ഓക്കെ. സോ ഈ ഒരു 25 പിപ്സ് ടീപ്പിക്ക ഈ ഒരു 25 പിപ്പ് നമുക്ക് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. മനസ്സിലായോ? അടുത്ത നിങ്ങൾക്ക് ഒരേ ഒരു 1 hour അല്ലെങ്കിൽ 2 hour സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10, 15, 20 വിക്ട് ബോഡീസ് മാർക്കറ്റിൽ കാണിച്ചു തരും. പക്ഷെ അതിൽ പകുതിയും റണ്ണായിട്ട് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാവുന്ന ട്രേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. സോ ഗോൾഡിന്റെ അപേക്ഷിച്ചിട്ട് ഞാൻ നോക്കിയെടുത്തോളം കാലം ഇത് ഒരു 25 പിപ്പെങ്കിലും എന്ത് തരുന്നുണ്ട് മാർക്കറ്റ് നമുക്ക് തരുന്നുണ്ട്, പ്രോഫിറ്റ് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഒരു സെൽ വിക്ട് ബോഡി ഇവിടെ ഫോം ചെയ്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു 25 പിപ്സ് വന്നിട്ടേ ഒരു ബൈ വിക്ട് ബോഡി ഫോം ചെയ്യും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു 20, 23, 25 പിപ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും മാർക്കറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെയ്യുന്ന സ്കാൽപ്പിംഗ് ട്രേഡാണ്. നമ്മൾ ഹൈ ടൈം ഫ്രെയിംസിൽ ടോപ്പ് നിന്ന് തുടങ്ങി ഡൗൺ വരെ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഒപ്പം ഫണ്ടമെന്റലി കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടോ അങ്ങനെ നല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ മെയിൻലി ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരേ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് അതിൽ കാണുന്ന കാൻഡിൽ കൺഫർമേഷൻ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അല്ലെ. സോ ഈ ഒരു ടൈമിൽ അതെ നമുക്ക് ഈ സ്കാൽപ്പിംഗ് ചെയ്യുന്നതിന് വേറെ ടൈം ഫ്രെയിം ഒന്നും പോയി അനലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല മാർക്കറ്റിൽ നമുക്ക് ഓൾറെഡി എന്തുണ്ട്, നമുക്ക് ഓൾറെഡി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മൾ ഒരു 100 എണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നമുക്ക് മാർക്കറ്റിൽ ഓവറോൾ ഒരു 100 FXC കാൻഡിൽസ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75 എന്താവുന്നുണ്ട് വിന്നാവുന്നുണ്ട്. മനസ്സിലായോ? പോട്ടെ ഇനിയിപ്പോ ഒരു 50 വിന്നായാൽ പോലും നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാം വിൻ റേറ്റ് ആണ് നമ്മൾ മെയിൻലി കൂട്ടി എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ FXC എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു 50 എണ്ണേ നമുക്ക് എന്തടിക്കുന്നുള്ളൂ
ലോസ് അടിക്കുന്നു. ഈ 50 എണ്ണത്തിലും ഇല്ലേ, ഈ 50 എണ്ണത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 30 എണ്ണെങ്കിലും എന്താ വെച്ചിട്ടുണ്ടാവും, അത്യാവശ്യം മാർക്കറ്റ് പ്രോഫിറ്റ് തന്നിട്ടേ ഇതും നേരെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാന്ന്. ഇത് എന്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്ട്ലി നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസിന്റെ എമൗണ്ട് എത്ര ആണോ അതിന്റെ ഡബിൾ ആണ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നത്, പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നത്. ഇത് എപ്പോഴും മാർക്കറ്റ് തരൂല. ഈ 1:2 എന്നുള്ള ട്രേഡ് ഏറ്റവും നല്ലോണം വർക്കൗട്ട് ആകാം നമ്മൾ ഹൈ ടൈം ഫ്രെയിംസിൽ. ബാക്കിയുള്ള ലിക്വിഡിറ്റി കോൺസെപ്റ്റ്, പിന്നെ നമ്മളുടെ എന്താ പറയാ FEGs വെച്ച് നോക്കിയാൽ SMT ഡൈവേർജൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന സമയത്താണ് അത്യാവശ്യം ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് 1% അതിൽ റിസ്ക് എടുക്കുക, 2% എന്ത് ചെയ്യുക അച്ചീവ് ആവുക. 2% കിട്ടാൻ തന്നെ കുറെ കാരണങ്ങളുണ്ടാവും. നമുക്ക് മുകളിലൊരു ഇപ്പൊ ബൈ നോക്കുന്ന ഒരാളാണെങ്കിൽ മുകളിൽ കുറച്ച് അത്യാവശ്യമായ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി കളക്ഷൻ ഉണ്ട്. സോ മാർക്കറ്റ് മെല്ലച്ച് അവിടെ വരെ എത്താം. സോ അതൊക്കെ ബേസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, 2% ഒക്കെ കണക്കാക്കിയിട്ട് TP വെക്കുന്നത് ഹൈ ടൈം ഫ്രെയിംസ് വെച്ചിട്ട്. പക്ഷെ നമ്മൾ സ്കാൽപ്പിംഗ് നോക്കുന്ന പറഞ്ഞോ. ഒരു മണിക്കൂറിൽ ഒരു 10 ഈ FX ക്യാൻഡിൽ വന്നു. ആ ഒരു മണിക്കൂറിൽ ഈ EMA ക്രോസ് ചെയ്യുന്നത് ഈ 10 ക്രോസ് ചെയ്യുമോ, അല്ലെ ചിലപ്പോ ഒരു 8 ആയിരിക്കും, 7 ആയിരിക്കും, 6 അങ്ങനെ ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്. ചാൻസ് ഉണ്ടോ? ചിലപ്പോ 4 ക്രോസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ 8 ക്രോസ് ചെയ്യും, ചിലപ്പോ 10 ക്രോസ് ചെയ്യും. ഡിപ്പെൻസ് ഓൺ ഓക്കെ, മാർക്കറ്റ്. അങ്ങനെയാണ് ഇപ്പം ഒരു 4 അത് ക്രോസ് ചെയ്യുന്നെങ്കിൽ ആ 4 മാത്രം നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അതിൽ വിൻ റേറ്റ് ഒരു 90% അത് നമുക്ക് TP കിട്ടാൻ ചാൻസ് ഉള്ളതായിരിക്കുമോ അതെ ആയിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ് വെച്ച്? അതെ TP കിട്ടാൻ നല്ല അതിലും ചാൻസ്. നമുക്ക് SL പോകാൻ ചാൻസ് ഉള്ള മീൻസ് SL അടിക്കാനും അതെ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ചാൻസ് TPക്കാണ്. അതെ കൂടുതൽ ചാൻസ് നമ്മൾ TPക്ക് എപ്പോഴും മാർക്കറ്റ് വോളിയം ബേസ്ഡ് മൂവിങ് ആണ്. മാർക്കറ്റ് പെട്ടെന്നുണ്ടാകുന്ന വോളിയം, സെക്ഷൻസിന്റെ വോളിയം, എല്ലാത്ത രീതിയിലുള്ള വോളിയത്തിലൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാലേ നമ്മളൊരു എൻട്രി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ ഒരു ട്രേഡ് ചെയ്യുന്ന ലൈവായിട്ട് ചെയ്യുന്ന സമയത്തെ എൻട്രി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒരു 20-25 പിപ്സ് എപ്പോഴും ഗോൾഡ് പ്രോഫിറ്റ് വരുത്തുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. ചെറിയ ലോട്ട് സൈസ് ഇടുന്നത് കൊണ്ടായിരിക്കാം മനസ്സിലാകാത്ത. ഒരു $2.5 അല്ലെ $2 ഒക്കെ പ്രോഫിറ്റ് കാണിച്ചു ഈവൻ 0.01 എടുത്താൽ പോലും. എന്നിട്ട് അത് തിരിഞ്ഞിട്ടേ നേരെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന കുറേ ട്രേഡ്സ് ഉണ്ടാവും. നിങ്ങൾ എടുത്തൊരു 100 ട്രേഡിൽ ചിലപ്പോൾ ഒരു 80 ട്രേഡും ഇതേ രീതിയിലായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് എങ്ങനെ തുടക്കത്തിൽ ഭൂരിയോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മള് ഇതില് ഗോൾഡിന്റെ കാര്യത്തില് ഗോൾഡ് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ഇങ്ങനെ കാണിച്ചു തരും. പക്ഷെ അത് നമ്മൾ ബുക്ക് ചെയ്യാത്ത പക്ഷം അത് നേരെ തിരിഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഇട്ടാവും. ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ടായി കുറച്ചു നേരം ഒന്ന് കയറിയിട്ട് വീണ്ടും നമ്മൾ TP കൊണ്ടായിട്ട് ഇട്ടാവും. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഓവറോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ബൈ ചെയ്യണോ, ഇവിടെ സെല് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അത് വേണ്ട. നമ്മളൊരു ഫിക്സ്ഡ് ടാർഗറ്റ് ആക്കുക. ഒരു മാർക്കറ്റിൽ ഒരു 25 പിപ്സോ അല്ലെങ്കിൽ ഒരു 20 പിപ്സിന്റെ മുകളിൽ വരുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ 0.01 മുകളിൽ ഇട്ടാലേ നമുക്കൊരു ക്വാണ്ടിറ്റി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാന്ന് പറഞ്ഞാല് ഇപ്പോ ഒരാൾ 0.02 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് ഏത് ട്രേഡ് ഓപ്പൺ ചെയ്തതെന്ന് വെച്ചോ, നമുക്കൊരു 20 പിപ്സിന്റെ മുകളിൽ മാർക്കറ്റ് അച്ചീവ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0.01 ട്രേഡ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ബാക്കി വരുന്ന 0.01ന്റെ ട്രേഡ് മാത്രം എന്തിൽ ഫോക്കസ് ചെയ്താൽ മതി, TPയിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇത് ട്രേഡ് മാനേജ്മെന്റ് എന്നൊക്കെ പറയും. നമ്മൾ എടുത്ത ഒരു ട്രേഡ് മാനേജ് ചെയ്യാം. എല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ രീതി ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ല നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു 25 പിപ്സ് മാക്സിമം TP വെച്ചിട്ട് ഇതില് മൊത്തത്തിൽ ട്രേഡ് ക്ലോസ് ആക്കുന്ന രീതിയിലും വേണം ചെയ്യാം. എന്തുകൊണ്ട് ഈ 25 പിപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിന്റെ ഒരു ഗുണം എന്താണെന്നാൽ നിങ്ങൾ 3 മിനിറ്റ്സിലും 5 മിനിറ്റ്സിലും ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 10 എൻട്രി എങ്കിലും കിട്ടും. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സോ മാർക്കറ്റിൽ അത്യാവശ്യം എന്ത് കിട്ടുന്നുണ്ട്, മാർക്കറ്റ് അത്യാവശ്യം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കാണിച്ചു തരും. വേറെ നമ്മൾ ഹൈ ടൈം ഫ്രെയിംസിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ഇതിലേക്ക് എൻ്റർ ആവുന്നത്. നമ്മൾ എന്താണ്
നമുക്കൊരു ബുള്ളിഷ് 50 ബോഡി അല്ലെങ്കിൽ ബേറിഷ് 50 ബോഡി എഫക്സ് ക്യാൻഡിൽസ് കാണുന്ന സമയത്ത് അത് EMA ക്രോസിന്റെ കൺഫർമേഷൻ കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ഓപ്പൺ ആക്കണം. ഓക്കെ, അതിന്റെ മാക്സിമം ഒരു 20-25 പിപ്സ് കാണുന്ന സമയത്ത് ഒന്നുകിൽ ട്രേഡ് ക്ലോസ് ചെയ്യാം, അതല്ലെങ്കിൽ ട്രേഡ് മാനേജ് ചെയ്യാം. ഈവൻ നിങ്ങളൊരു 0.02 ആണ് ട്രേഡിൽ എടുത്തെങ്കിൽ അതെന്ത് ചെയ്യാം, 0.01 ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാല് സപ്ലൈ EMA ക്രോസ് ചെയ്യാതെ വരുന്ന ഈ അത് എഫക്ട്സ് ഒക്കെ അത് അവോയ്ഡ് ചെയ്യുന്ന നല്ലതല്ലേ? അതെ, അതിൽ ട്രേഡ് എടുക്കാത്ത നല്ലത്. ഈ EMA നമുക്ക് മീൻസ് ഉം. സ്കാൽപ്പിംഗ് അല്ലാത്തടത്തും ഈ EMA നമുക്ക് യൂസ് ആവുന്നുണ്ടോ ഇതൊരു സാഹചര്യത്തിൽ? യൂസ് മൂവിങ് ആവറേജ് സെയിം ആണ്. സിനാരിയോ. അതെ, നിങ്ങൾക്ക് യൂസ് ആകും. ഇതൊക്കെ മാർക്കറ്റ് നമുക്ക് കോൺഫിഡൻസ് കൂട്ടാൻ, അതായത് ഒരു ട്രേഡ് കണ്ടെത്തി കഴിഞ്ഞിട്ടേ അതില് മാർക്കറ്റ് എന്താ പറയാ ബൈയിലോട്ട് പോവോ സെല്ലിലോട്ട് പോവാ, നമുക്ക് കൺഫർമേഷൻ ആഡ് ഓൺ ആക്കിയിട്ട് വേണം എൻട്രി ചെയ്യാം. അതിനൊരു കൺഫർമേഷൻസ് മാത്രമാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കേട്ടോ. ഈ EMA ആയിക്കോട്ടെ, അല്ലാണ്ട് നമുക്ക് ആയിരക്കണക്കിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതെ പക്ഷെ അതെ, എല്ലാം ഇൻഡിക്കേറ്റർ ഇഷ്ടം പോലെ കിടക്കും, പക്ഷെ നമുക്ക് അതിന്റെ സ്ട്രാറ്റജി അറിയാത്തതുകൊണ്ട് തൊടാൻ പറ്റില്ല. എല്ലാം നോക്കിക്കഴിഞ്ഞാല് ഒന്നും ഉണ്ടാവില്ല, പിന്നെ മാർക്കറ്റ് ക്യാൻഡിൽസ് തന്നെ കാണില്ല. പിന്നെ നമുക്കിപ്പോ ഇതിലിപ്പോ നോക്കാനുള്ളത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസും ബ്രേക്കിന്റെ ഒരു ഇത് ഞാൻ അയച്ചുതരാം, അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക്. സോറി, സപ്പോർട്ട് അല്ല, സപ്ലൈ ആൻഡ് ഡിമാൻഡ് കേട്ടോ. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ സപ്ലൈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇൻഡിക്കേറ്ററിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ സപ്ലൈ ഡിമാൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒന്നിനല്ല, നമ്മൾ മാർക്കറ്റിലെ വലിയ മൂവ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഈ സപ്ലൈ നിന്നും ഡിമാൻഡ് നിന്ന് മാർക്കറ്റ് വിട്ടുപോകാം. പിന്നെ മെയിൻലി ഇതിൽ നിന്ന് ട്രേഡിംഗ് ഒന്നും നടക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് 50 മിനിറ്റ്സിലെ ഈ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു സപ്പോർട്ട് പോലെ. ഇങ്ങനെയാന്ന് പറഞ്ഞാല് മാർക്കറ്റ് സപ്ലൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഓർഡേഴ്സ് ഉണ്ടാവും. ഇത് മാർക്കറ്റ് എന്ത് ചെയ്യും, വന്ന് കളക്ട് ചെയ്ത് ഈ സപ്ലൈ ഏരിയ മാർക്കറ്റ് റിവേഴ്സ് ആവും, സെല്ല് പോകും. ഈ സെല്ല് പോകുന്നതേ അടുത്തൊരു ഡിമാൻഡ് ഏരിയയിലേക്കാണ് പോവാ. മാർക്കറ്റിന് പ്രൈസ് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരും മാർക്കറ്റ്. ഇവിടെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, മാർക്കറ്റിന് ഡിമാൻഡ് കൂടുക. സോ ഡിമാൻഡ് കൂടുന്ന സമയത്ത് പ്രൈസ് ഹൈക്കിലോട്ടേക്ക് പോകും. ഓക്കെ, സോ ഈ രണ്ട് ഏരിയാസ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഓൺ ആക്കി വെച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഓൺ ആക്കി വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കുന്ന സമയത്തെ ഇവിടെ 50 മിനിറ്റ്സിൽ നമ്മുടെ സെക്ഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സെക്ഷനായിട്ട് റിലേഷൻ ഇല്ല. ഇത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് സെക്ഷൻ നമുക്കിവിടെ മെയിൻലി എന്താണ്, എല്ലാ സെക്ഷൻസിന്റെ ഹൈസിലും ലോസിലും നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സെക്ഷന്റെ മാത്രം ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇന്നിവിടെ ഞാൻ ബൈ പറഞ്ഞത് നേരെ സെല്ലിന്റെ പറഞ്ഞ കൂടി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്തെ ഇതൊക്കെ സെക്ഷൻ മെയിൻലി നമ്മൾ നോക്കേ, സെക്ഷന് ഹൈസിന്റെ ഏതൊരു സെക്ഷന്റെ ലോയും ഹൈയും മാർക്കറ്റിന് എന്ത് ചെയ്യും, മാർക്കറ്റിന് അത് സ്വീപ്പ് ചെയ്യാൻ പോകും. കാരണം അത് എടുത്തിട്ടായിരിക്കും അടുത്ത സെക്ഷനിലേക്കുള്ള ഹൈസും ലോസിലേക്കൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ബൈ പറഞ്ഞതിന്റെ ഇതെന്താണ്, ഞാൻ സെക്ഷൻ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തെ ഏഷ്യന്റെ സെക്ഷൻ, കഴിഞ്ഞ ദിവസത്തെ ന്യൂയോർക്കിന്റെ ഈ ലഞ്ച് എന്നൊക്കെ പറയും ഇതിന്റെ സെക്ഷൻ, പിന്നെ ന്യൂയോർക്ക് സെക്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എടുത്തിട്ട് ചെറിയ ചെറിയ റിയാക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ന്യൂയോർക്ക് സെക്ഷൻ്റെ ആണ് ഉള്ളത്, മെയിൻലി മാർക്കറ്റ് വന്നിട്ട് എടുക്കാനുള്ള.
ഞാൻ ഇവിടെ നിന്ന് കണ്ടെന്ന് പറയാം, ഇവിടെ 3 മിനിറ്റ്സിൽ നോക്കിയ സമയത്തെ എനിക്ക് ഇവിടെ ഒരു എൻഗൾഫിംഗ് കാൻഡിൽ ഫോം ചെയ്തിരുന്നു സെക്ഷൻസ് എടുത്തതിന്റെ ശേഷം. ഫസ്റ്റ് എടുത്തത് അല്ലെ, ഫസ്റ്റ് ബൈ കൊടുക്കാൻ പറഞ്ഞത്. അതെ 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 അതെ. ഇവിടെ സെക്ഷൻസിന്റെ ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ അപ്പിലോട്ട് പോയിട്ട് ഇവിടെ കണ്ട ഒരു എൻഗൾഫിംഗ് ഫോം ചെയ്തേ. ആ എൻഗൾഫിങ്ങിന്റെ ഇവിടുന്ന് ഞാൻ എൻട്രി പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് ഏകദേശം ഇതിന്റെ താഴത്തായിട്ട് വെക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ഇങ്ങനത്തെ വിക്ക് വരുന്ന സമയത്ത് വീണ്ടും വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് കാൻഡിൽ മാർക്കറ്റേ. ആ അപ്പൊ അതെ അതിൽ അതെ, ഓക്കെ. സേഫ് ആയിട്ട് താഴത്ത് വെക്കാം. പക്ഷെ ഇത് ഞാൻ എൻട്രി പറഞ്ഞതിന്റെ വെച്ചാൽ ഞാൻ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ഈ ഏരിയ മാർക്കറ്റിൽ എന്താ ഉള്ളത്, ഇവിടുന്ന് ഒരു റിജക്ഷൻ പോലെ. കൺസോളിഡേറ്റ് ചെയ്ത്. ഇവിടെ അതെ. അപ്പൊ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടാവില്ല. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഈ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഡ്യൂഷനും. പിന്നെ വേറൊരു ടൈം ഫ്രെയിം ഏതെങ്കിലും ഒരു മിനിറ്റ്. ഇപ്പൊ ഞാനിങ്ങനെ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് നോക്കും. അതായത് നമുക്കൊരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായി കുറെ വന്നിട്ട് കൺസോളിഡേറ്റ് ചെയ്ത വീണ്ടും അത് നമുക്കൊരു ബെയറിഷ് അതെ അതെ അതെ. മൂവ്മെന്റ് ആയിരിക്കും ചാൻസ് കൂടുതൽ. ചാൻസ് കൂടുതൽ അങ്ങനെ. 13 14. ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ നമ്മളെ FX ഉണ്ടല്ലോ ഇവിടെ. അതെ. മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ഇവിടെ നമ്മളെ 3 മിനിറ്റ്സിൽ ഇത് വന്നേ ബൈ വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു ടേക്ക് ഔട്ട് ആക്കിയിട്ടേ മാർക്കറ്റ് വീണ്ടും എന്തോ സെല്ല് തന്നെ കണ്ടിന്യൂഷൻ ചെയ്തിട്ട് പോകുന്നുള്ള രീതിയിലാണ് പോയത്. കാരണം ഡെയിലി ആ ടൈം ഫ്രെയിംസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഡെയിലിയില് മാർക്കറ്റ് എന്തുണ്ട്, മാർക്കറ്റ് ഒരു FX ക്യാൻഡിൽസ് ഉണ്ട്. ഇപ്പൊ നോക്കുന്നല്ലേ ഈ ഡെയിലിയിൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ടോട്ടൽ ഓവറോൾ ഈ ഒരു ക്യാൻഡിൽ, അത് പ്ലസ് FEGയും കൂടി ഉണ്ട് അവിടെ. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പൊ രണ്ടും കൂടി കണക്കാക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒന്നുകൂടി ഒന്ന് താഴത്ത് വന്നിട്ട് ഇവിടെ നേരെ അടുത്തൊരു പുഷ് പോകണ്ടേ, പക്ഷെ അത് ചെയ്തില്ല മാർക്കറ്റ്. അപ്പൊ ഈ ഒരു അനാലിസിസ് തെറ്റിപ്പോയി. ബൈ തന്നെ അതിനെ കറക്റ്റ്. നമ്മൾ സെക്ഷൻസിന്റെ ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുള്ള എൻഗൾഫിങ്സിൽ മാർക്കറ്റ് നല്ലോണം പോകുന്നുണ്ട്. അതായത് ഈ ലാസ്റ്റത്തെ ബൈ വന്നത് അതെ ന്യൂസിലുള്ളത്. അതെ അതെ. ഈ ന്യൂസ് ബൈസ് ഒക്കെ വന്നത് മാർക്കറ്റ് സെക്ഷൻസിന്റെ വോളിയം കൂടിയും കയറി കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് വന്നല്ലേ. ഒരുമിച്ച് വന്നു. അതുകൊണ്ട് അത്ര മൂവ്മെന്റ്സ് നമുക്ക് കിട്ടിയ കാണാൻ കഴിഞ്ഞു. പിന്നെ പോയി. അതെ 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 അതെ. ഇത് മെയിൻലി പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു സെല്ല് നോക്കിന് ഈ ഒരു ടൈമില് 45 മിനിറ്റ്സില് ഏകദേശം നമുക്കൊരു എത്ര ഒരു 100 പിപ്സിന്റെ അടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ടാ പിന്നെ കയറിപ്പോ ഏകദേശം ഈ ഈ ഒരു സെല്ലുണ്ട് കേട്ടോ ഇവിടെ. മാർക്കറ്റ് ഇത്ര നോക്കിയുള്ളൂ. സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഹൈയിലോട്ട് പോയിട്ട് ഇവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു സെല്ല് ഉണ്ടായിരുന്നു ഈ ടൈമിൽ. 3 മിനിറ്റ്സ്. ആദ്യം റീടെസ്റ്റ് അടിക്കാനായിരുന്നു. അതെ അതെ. ഇവിടെ പിന്നെ ന്യൂസ് വന്നേ സെഷൻ ഓൺ ആയിട്ടേ 3 മിനിറ്റ്സില് ഈ ഒരു ഇവിടുന്ന് ഒരു സെല്ല് എക്സാക്ട്ലി ഈ ഒരു എൻഗൾഫിങ് ഇത് നമ്മള് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലോ 45 മിനിറ്റ്സിലല്ലേ. ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയില് സെല്ലോ ബൈയോ കണ്ടെത്തുന്നത്. ഈ ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാതെ ഒരു FX ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽസോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ എൻട്രി അധികം ഒന്ന് പുഷ് ചെയ്യാൻ പറയല്. ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ, ആദ്യം സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഹയർ ടൈം ഫ്രെയിംസിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താം. അത് ചിലപ്പോൾ സെല്ലിന്റെ ആവാം, ബൈന്റെ ആവാം. ഇവിടുന്ന് 3 മിനിറ്റിലൊക്കെ നമുക്ക് പരീക്ഷിക്കാമോ? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണോ, ആദ്യം ഹയർ ടൈം ഫ്രെയിം 4 അവർ ആയിക്കോട്ടെ, 1 അവർ ആയിക്കോട്ടെ, 45 മിനിറ്റ്സ് ആയിക്കോട്ടെ, 18 മിനിറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ വിക്ട് ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. അത് ചിലപ്പോൾ ബുള്ളിഷ് ആയിരിക്കാം, ബെയറിഷ് ആയിരിക്കാം.
സപ്പോസ് നമ്മൾ ബുള്ളിഷ് ആണ്, ഇപ്പം ബെയറിഷ് ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാലോ, മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി നമ്മൾ റീടെസ്റ്റ്, മാർക്കറ്റ് ഹൈ ടൈം ഫ്രെയിം റീടെസ്റ്റ് വരുന്ന സമയത്തെ ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക നമുക്ക്? ഇത് ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അതൊരു 3 മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിലോ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഒരു വിക്ടി ബോഡിയോ ഇതിന്റെ ഉള്ളിൽ പിന്നെയും ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ ഒരു സമയത്ത് നമുക്ക് അതെ, എൻറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വ്യൂസ് സ്റ്റോപ്പ്, കിട്ടുവാണെങ്കിൽ അതെ അതെ, ചെറിയ സ്റ്റോപ്പ് ലോസും വെച്ചാൽ മതി, അത്യാവശ്യം നല്ല റണ്ണും കിട്ടും. അങ്ങനത്തെ ട്രേഡ്സ് ഞാൻ അധികം പുഷ് ചെയ്യും ഗ്രൂപ്പിലൊക്കെ. പക്ഷെ അത് ഗോൾഡിൽ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? കറൻസികളിലേക്ക് പോയാൽ കറൻസികളില് വിറ്റ് ബോഡി വർക്കൗട്ടോ എൻഗൾഫിങ്സ് അധികം വർക്ക് ആവില്ല. ചെറിയ ടൈം ടൈം, ഫ്രെയിമും വ്യത്യാസം വരും അതെ അല്ലേ? അതെ ചെറുത് അതെ നോക്കിയിട്ട് അതെ അതെ, കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, ചെറുതില് സ്പ്രെഡ് ഒരു ബെറ്റർ ഗോൾഡ് തന്നെ അല്ലേ? ബെറ്റർ ഗോൾഡ് തന്നെ. സോ ഫസ്റ്റ് എൻട്രി ഈ ഒരു ബെയറിഷ് ഉണ്ടായിരുന്നു, സെക്കൻഡ് എൻട്രി ഈ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഉണ്ടായിരുന്നു, തേർഡ് എൻട്രി നിങ്ങൾ അയച്ചെന്നേന്നോ, നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടേന്നോ? ഞാൻ സെക്കൻഡോ തേർഡോ 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സ് ടൈം. പിന്നെ അതെ, കണ്ടേ ഫസ്റ്റ് ന്യൂസ്. രണ്ടെണ്ണം ഞാൻ മിസ്സാക്കിയായിരുന്നു. അപ്പോ നമ്മളിവിടെ നോക്കുന്ന സമയത്തെ, ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു 20-30 വിപ്പൊക്കെ മാക്സിമം നോക്കുള്ളൂ. ഇവിടെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ 30 വിപ്പ് ഇവിടെ അച്ചീവ് ആയി. ഇതിനിപ്പോ മാർക്കറ്റ് ഞാനിപ്പോ 30 വിപ്പ് ഇവിടുന്ന് എടുത്തില്ല. മാർക്കറ്റ് എത്ര ടോട്ടൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കിയിട്ട് മാർക്കറ്റ് ടോട്ടൽ ഇറങ്ങിയെന്ന് ഏകദേശം ഒരു 76 വിപ്പിന്റെ അടുത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കും. അതിൽ നമ്മൾ സ്പ്രെഡും കഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരു 73 വിപ്പിന്റെ അടുത്ത് അങ്ങനെ എന്തുണ്ടാവും. ഇപ്പൊ 0.01 എടുത്ത ആള് $7.60 അങ്ങനെ എന്തുണ്ടാവും, ഏകദേശം പ്രോഫിറ്റ് കയറിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതാണ് ഒരു 20-25 പിപ്സ്. കാരണം സ്കാൽപ്പിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 25 വിപ്പോ അല്ലെങ്കിൽ ഒരു 30 വിപ്പിന്റെ ഉള്ളിൽ ഈ ഒരു ട്രേഡ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുണ്ട് കാര്യം. നമുക്ക് വിൻ റേറ്റ് കൂട്ടിയാൽ മതി. മാർക്കറ്റിൽ എപ്പോഴും 1:2 തന്നെ മാർക്കറ്റ് കിട്ടണമെന്നില്ല. നമ്മൾ എടുക്കുന്ന ട്രേഡ് വിന്നാണെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ലോസിലായിരിക്കും. അത് ഈവൻ $1 ആണെങ്കിൽ പോലും. മനസ്സിലായോ? ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ എടുക്കുന്ന ട്രേഡ് എല്ലാം വിന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലോസ് സംഭവിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇതിൽ വേറൊരു നെഗറ്റീവ് വശമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 25-30 പിപ്പ് TP നോക്കുന്ന സമയത്ത് നമ്മൾ ചില വിറ്റ് ബോഡീസോ അല്ലെങ്കിൽ എൻഗൾഫിങ്ങോ എടുക്കുന്ന സമയത്ത് അത് വലിയ ഹലോ ഒരു ഭാഗത്ത് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് 50 കണ്ടെങ്കിൽ പോരാ പറഞ്ഞ എന്ത് കാട്ടും ഞാന്. ഇത് ഒന്ന് മ്യൂട്ടാക്കണേ. സോ സോറി സോ നമ്മളെ 25 പിപ്പാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ FXC ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 25 പിപ്പൊക്കെയാണ് മാക്സിമം മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ 25 പിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാം. പിന്നെ ഈ ഒരു ട്രേഡ് 25 പിപ്പ് നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ അളവും കൂടി ഒന്ന് നോക്കണം. നിങ്ങൾ സ്റ്റോപ്പ് ലോസേ ഒരു ഏകദേശം ഒരു 60 വിപ്പ് അല്ലെങ്കിൽ ഒരു 50 വിപ്പിന്റെ ഒക്കെ പുറത്തുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് എടുക്കാണ്ടിരിക്കാം. ട്രേഡ് ഓവർ ക്വാണ്ടിറ്റി ഒന്നും ഇടാതെ ഒരു മിനിമം ചെറിയൊരു ലോസ് വരുന്ന രീതിയിൽ മാത്രം ട്രേഡ് പുഷ് ചെയ്യാം. കാരണം നമ്മൾ TP എപ്പോഴും 1:2 അല്ല നോക്കുന്നത്. 1:2 നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു 50 എണ്ണം വിജയിച്ചു കഴിഞ്ഞാലും നമ്മൾ 50 എണ്ണത്തിൽ നമുക്ക് വിൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 50 എണ്ണം ലോസായി 50 എണ്ണം വിജയിച്ചു. ആ വിജയിച്ച 50 എണ്ണത്തിൽ തന്നെ നമ്മൾ ലോസായ 50 എണ്ണം കവർ ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ആവും. അതൊരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ആണ് 1:2. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ റാൻഡം ആയിട്ട് എടുക്കുന്നതല്ല, നമ്മളൊരു മാർക്കറ്റിൽ എടുക്കുന്ന ട്രേഡിൽ ഒരു 25 പിപ്പേ മാർക്കറ്റിന് എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇപ്പൊ ഒരു എൻഗൾഫിങ് കിട്ടിയ അല്ലെങ്കിൽ വിറ്റ് ബോഡി കിട്ടുന്ന സമയത്ത് അതൊരു 70 പിപ്പോ അല്ലെങ്കിൽ 60 പിപ്പോ ഒന്നും എന്താവരുത്, സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ കൊണ്ടുപോയി വെക്കരുത്. ഇങ്ങനത്തെ ട്രേഡ്സ് വരുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക, റിസ്ക് കുറക്കാം. അത് ഏറ്റവും ചെറിയ ലോഡ് സൈസിൽ എടുക്കാൻ നോക്കാം. ഓക്കെ,
അപ്പോഴാണ് ഇവിടെ ഒരു എന്താ പറയാ നമുക്ക് വിൻ റേറ്റ് കൂടും, പക്ഷെ ഏതെങ്കിലും ഒരു 1-2 ട്രേഡ് ലോസ് അടിക്കുന്ന നേരം കിട്ടിയ വിന്നൊക്കെ കൊണ്ടുപോയി പോകരുത്. മനസ്സിലായോ? വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന വിറ്റ് കൂടിയ മാർക്കറ്റ് കിട്ടിയെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഒരു 25-30 വിപ്പിന്റെ അടുത്ത് അങ്ങനെ നമുക്ക് മാർക്കറ്റ് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എപ്പോഴാണോ വിറ്റ് കൂടി സെല്ലൊക്കെ FXC ക്യാൻഡിൽസ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് പുഷ് ചെയ്യാം ട്രേഡ്. ഓക്കെ, സോ പിന്നെ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിന്റെ സപ്ലൈ അതൊന്നും കൂടെ പറയാമോ? ഇൻഡിക്കേറ്റർ സപ്ലൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അത് ഒന്നുമില്ല. ഞാൻ അതൊന്ന് കമ്പാരിഷനാണ് ചോദിച്ചത്. മീൻസ് ആ, ഈ ആ. നമ്മുടെ സെഷനോ ഇതുമായിട്ട് റിലേഷൻ ഉണ്ടോന്ന് ചോദിച്ചായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, സെക്ഷൻസ് ഇതായിട്ടില്ല. സെക്ഷൻസിന്റെ വോളിയത്തിന്റെ അവിടെ ഉണ്ടാവും, ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ഒക്കെ. ഇവിടെ ആണല്ലോ ഓപ്പണിങ്, ഇവിടെ ആയിരുന്നു സെഷൻസിന്റെ ഇമ്പാക്റ്റിന്റെ ഹൈ ക്ലോസ് ചെയ്ത് വോളിയത്തിലെ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി അതിൽ ആഡ് ഓൺ ചെയ്യും. പക്ഷെ എല്ലാം കൂടി ഓൺ ആക്കിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം സപ്ലൈ ഡിമാൻഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. ഇത് ഓൾറെഡി ബിൽഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും എവിടെയാണ് ഡിമാൻഡ് ആയിട്ടുള്ളത്, എവിടെയാണ് സപ്ലൈ ഉള്ളത്. മാർക്കറ്റിൽ നമ്മളിപ്പോ 3 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത്, ചെറിയ ചെറിയ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് കുറെ ഇത് കാണിച്ചു തരും കേട്ടോ, സപ്ലൈയും ഡിമാൻഡും. ഒരു 5 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഇതൊരു സപ്ലൈ ഏരിയ. ഇവിടെ നോക്കുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ കളറൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ഒക്കെ ആക്കി കൊടുത്താൽ മതി. സോ മാർക്കറ്റ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഇനിയിപ്പോ മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിന്ന് വെച്ചോ, മാർക്കറ്റ് മുന്നേ സപ്ലൈ ഡിമാൻഡ് കാണിച്ചു തരും. ഈ മാർക്കറ്റ് ഇങ്ങനെ കയറി ഈ ഒരു സപ്ലൈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ എന്ത് നോക്കരുത്, ഇനി ബൈ നോക്കരുത്. മനസ്സിലായോ? സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റ് എന്താ ചെയ്യുക, മാർക്കറ്റ് സെല്ലേ നടക്കാറില്ല. ഇനിയിപ്പോ മാർക്കറ്റ് ഇങ്ങനെ കഴിഞ്ഞ് ഇതൊരു ഡിമാൻഡ് ഏരിയ, ഈ 50 മിനിറ്റ്സിൽ ഒരു ഹൈ ഡിമാൻഡ് ഏരിയ. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ബൈ സിഗ്നൽസ് കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബൈ ചെയ്യുള്ളൂ. റാൻഡമായിട്ട് സപ്ലൈ ഡിമാൻഡ് ഒന്നും ട്രേഡ് ചെയ്യരുത്. ജസ്റ്റ് മാർക്കറ്റ് എന്താ നോക്കുന്നുള്ളൂ, ഈ ഒരു ഏരിയ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഒന്നുകിൽ എൻഗൾഫിംഗ് ആയി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ FX ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിലുള്ള കാൻഡിൽസ് ഫോം ചെയ്യണം അല്ലെ, എന്നാലേ നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ, ബൈ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ ആണോ? ലിക്വിഡിറ്റി കളക്ഷൻ ഒന്നല്ല, മാർക്കറ്റിൽ മുന്നേ മാർക്കറ്റ് പോവാൻ സഹായിച്ചതാണ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുന്ന സമയത്തെ ഇവിടുന്നാണ് പുഷ് ഉണ്ടായത് അല്ലെ, മാർക്കറ്റിന് ഹൈ പുഷ് വന്ന ഇവിടുന്ന്. അപ്പൊ മാർക്കറ്റിൽ ചില ഓർഡേഴ്സ് ഒക്കെ പെൻഡിങ് ഉണ്ടാവും, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ഉണ്ടാവില്ല. ഒരു മാർക്കറ്റിനെ എന്ത് ഫേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാം. അവര് സെൽ ഓർഡേഴ്സ് ഇട്ടിട്ടതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുക, മാർക്കറ്റിനെ ബൈ ഓർഡർ പുഷ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ട്രാക്ക് റെക്കോർഡ്സ് ഇങ്ങനെയുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള ഈ പൈസ ഇങ്ങനെ ബൈയുടെ ഇത് വരുമ്പോ അതായിരിക്കും നമ്മുടെ ആ സപ്ലൈഡ് ഈ പറയാ സപ്ലൈയുടെ ഇത് കാണിക്കുന്നില്ലേ? അതെ 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 അതെ, അത് എല്ലാണ്ടും നമുക്ക് മാർക്കറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മളെ ബോക്സ് വരച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നിന്ന് പുഷ് ചെയ്ത സ്ഥലം ഉണ്ടാവുമല്ലോ, നല്ല രീതിയിൽ മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ തുടങ്ങിയ ഒരു സ്ഥലം ഉണ്ടാവും. അതാണ് നമ്മളുടെ എന്ത് ചെയ്യാ, ഡിമാൻഡ് ഏരിയ ആയിട്ട് വരും. ഇവിടെ പറഞ്ഞല്ലേ ഇപ്പൊ കുറച്ച് ബാക്കിലേക്ക് പോയപ്പോ, ലെഫ്റ്റിലേക്ക് പോയപ്പോ എവിടെ ഇത് അവിടെ വരും. കാരണം ഇത് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ട് കണ്ടോ, അത്രയും ഹൈ ഇമ്പാക്റ്റിൽ ഇവിടുന്നാണ് എന്ത് ചെയ്തത്, മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ തുടങ്ങിയത്. വിക്കിന്റെ ലാസ്റ്റ് വരെ വെച്ചാൽ മാർക്കറ്റ് വീണ്ടും എന്താ ചെയ്തത്, വീണ്ടും ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബയ്യാ പോയത്. മനസ്സിലായോ? പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ മാർക്കറ്റ് സെൽ ചെയ്ത് അത് നമ്മളൊരു നമ്മളൊരു സപ്ലൈ ഏരിയ ആയിട്ട് വരും. ഏകദേശം ഇതും കൂടി കൂട്ടിയിട്ട് വരക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു സപ്ലൈ ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അതെ 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 അതെ. ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമ്മൾ ഡയറക്ട്ലി സെല്ലും ബൈയും ചെയ്യരുത്. നമുക്ക് ചെറിയ ചെറിയ ടൈം ഫ്രെയിംസിൽ പോയിട്ട് എന്ത് ചെയ്യണം, മാർക്കറ്റിനെ കണ്ടുപിടിക്കണം. സപ്ലൈ ഡിമാൻഡ് ഒക്കെ മാർക്കറ്റിന് ആയ ടൈം ഫ്രെയിംസിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തെ
അവിടാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടാണ് ഇപ്പൊ എന്ത് ഫോം ചെയ്തേ, ഡിമാൻഡ് ആയിട്ട് ഫോം ചെയ്ത് നമ്മളിപ്പോ 45 മിനിറ്റ്സ് നോക്കുന്ന സമയത്തെ 45 മിനിറ്റ്സിലെ നമ്മൾ ഡിമാൻഡ് ഗ്രീൻ കളറിലാണ് കേട്ടോ കാണിച്ചു തരിക. മാർക്കറ്റ് ഡിമാൻഡ് ഏരിയ ഇതാ കാണിച്ചു തരുന്നത്. ഇതിന്റെ അപ്പുറം നമുക്ക് ഒരു കൺഫർമേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഏരിയ നമുക്കൊരു എൻഗൾഫിങ്ങിന്റെ ഒരു ഏരിയയും കൂടിയാണ്. മാർക്കറ്റ് നോക്കുന്ന സമയത്തെ ചെറുങ്ങനെ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി പുറത്തുപോയി ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ മാർക്കറ്റ് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റീടെസ്റ്റ് പോകും. അപ്പൊ ഇതിന്റെ അപ്പുറം ആഡ് ഓൺ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട്. മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അടുത്ത് നല്ലൊരു ബൈ പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു സപ്ലൈ നമുക്ക് തന്നെ നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇല്ലാതെ വരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് സപ്ലൈ ഏരിയ ആയിട്ട് എടുക്കാൻ കഴിയാൻ മാർക്കറ്റിന്റെ. കാരണം ഈ ക്യാൻഡിൽ ഇവിടെ നിന്നല്ലേ മാർക്കറ്റ് സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തല്ലേ. അതെ, അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റും. മാർക്കറ്റ് വീണ്ടും അവിടെ വന്ന് അവിടുന്ന് ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഒക്കെ ഫോർമേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെല്ല് നോക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, ഇത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെച്ചു കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റിന് ഹൈ ഇമ്പാക്റ്റ് ആയിട്ട് ഉള്ള സ്ഥലങ്ങളിലൊന്നും സെല്ലും ബൈയും കൺഫ്യൂസ്ഡ് ആവില്ല മാർക്കറ്റ്. ഇനിയിപ്പോ ഇൻ കേസ് ഇനിയിപ്പോ നാളെ ഈ ഒരു ഏരിയയിൽ വന്നതെന്ന് വെച്ചോ, ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഓക്കെ ഇതൊരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഒന്ന് എന്ത് ചെയ്യും, ഒന്നൊന്ന് റേഞ്ച് ആക്കിയിട്ട് മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് നോക്കിയാൽ മതി, ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ബുള്ളിഷ് FXC ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് എടുത്താൽ മതി, ബൈ എടുത്താൽ മതി. മനസ്സിലായിക്കോ? ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെച്ചോ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളെ FXC ക്യാൻഡിൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ടല്ലോ. സോ അതില് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഓൺ ആക്കി വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സ്ക്രിപ്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എറേഴ്സും കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് നിങ്ങൾക്ക് FXC ക്യാൻഡിൽസ് തന്നെ ഷോ ചെയ്ത് കാണിച്ചു തരാം മാർക്കറ്റിലേക്ക്. സോ അതിന്റെ ബേസ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതൊരു മൂവിങ് ആവറേജിന്റെ ഇപ്പോൾ ബുള്ളിഷ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മൂവിങ് ആവറേജിന്റെ മുകളിലായിരിക്കണം ക്യാൻഡിൽ ക്ലോസിങ്. അതല്ല ബെയറിഷ് ആണ് നോക്കുന്നതെങ്കിൽ മൂവിങ് ആവറേജിന്റെ താഴത്തായിരിക്കണം ക്യാൻഡിൽ ക്ലോസിങ്. ഓക്കെ, പിന്നെ ഈ ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 20-25 പിപ്പ് എന്ത് നോക്കുക, മാർക്കറ്റിനെ അച്ചീവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റിന് എപ്പോഴാണോ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു ടൈം മാത്രം ട്രേഡ് പുഷ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് 5 മിനിറ്റിൽ നോക്കുമ്പം ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അവിടെ ഒരു മാർക്കിംഗ് കാണിക്കുന്നുണ്ടല്ലോ 5 മിനിറ്റ്. ഇവിടെ ഉണ്ട്. ഇപ്പൊ അത് പ്രാക്ടിക്കൽ ആവുകയാണ്, അതൊന്ന് ഡ്രോ ചെയ്യാവോ ലൈൻ അതിലോട്ട് ടച്ച് ചെയ്തിട്ട്? ഇവിടെ ചാൻസ് വരുവാണെങ്കിൽ മുകളിൽ ഒരു സപ്ലൈ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ FXC ക്യാൻഡിൽ ഉണ്ട്. ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഇതൊരു FXC ക്യാൻഡിൽ അല്ലേ? അതെ. അപ്പൊ 2 കൺഫർമേഷൻ ഉണ്ട് മാർക്കറ്റിൽ. FXC ക്യാൻഡിലും ഉണ്ട്, അതേപോലെ തന്നെ സപ്ലൈ സോണും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് സെല്ല് പോകാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്ട്ലി ഇതിപ്പോ 5 മിനിറ്റ്സിലല്ലേ കാണിച്ചു തന്നെ, ഇവിടുന്ന് ഡയറക്ട്ലി നിങ്ങൾക്ക് സെല്ല് എടുക്കാൻ കഴിയും, കൺഫർമേഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടെ നമുക്ക് ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു എൻഗൾഫിങ്ങോ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. അതേപ്പോ ടച്ച് ആയിട്ട് ഒരു റിവേഴ്സ് വരുവാണെങ്കിൽ അവിടെ ഒരു എൻഗൾഫിങ്ങോ FXCയോ വേണം. അതെ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഇപ്പൊ 5 മിനിറ്റ്സിലാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 3 മിനിറ്റ്സിലോ 2 മിനിറ്റ്സിലോ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ്സ് അധികം കിട്ടണ്ടാവില്ല. 2 മിനിറ്റ്സ് ഇത് മറ്റേ നമ്മള് പേ ചെയ്താലേ കിട്ടണം. അപ്പൊ 3 മിനിറ്റ്സ് നോക്കാം. 3 മിനിറ്റ്സിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു എൻഗൾഫിങ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു വിക്ടി ബോഡി ക്യാൻഡിലോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് തന്നെ നോക്കാം.
ഓക്കെ. ഇത് അധികം 5 മിനിറ്റ്സിനെക്കാട്ടി വർക്ക് ആവാം. 45 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 50 മിനിറ്റ്സ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താം. എന്നിട്ട് അതിന്റെ ഉള്ളിലോട്ടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്ററും കൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതിപ്പോ ഇൻഡിക്കേറ്ററിന്റെ ഒപ്പം ഇത് തന്നെ നമ്മള് ട്രേഡ് എടുക്കാൻ വേണ്ടി മാക്സിമം പോകാൻ പറ്റിയ ടൈം ഫ്രെയിം 5 മിനിറ്റ് വരെയാണ്. അതിന്റെ മേലോട്ട് പോകാൻ പറ്റുമോ ഈ ഒരു സിനാരിയോ? ആ മേലോട്ട് പോണെന്നാ ഞാൻ പറഞ്ഞേ. നമ്മളെ മീൻസ് 50 മിനിറ്റിൽ ട്രൈ ചെയ്യാം, 30 30ൽ ട്രൈ ചെയ്യാം. ഇതിലൊക്കെ നമ്മളെ ഇപ്പൊ നിങ്ങൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് മാത്രം ചെയ്യുന്നെങ്കിൽ അത് എന്ത് ചെയ്യുക, 3 മിനിറ്റ്സിൽ മാത്രം അല്ലെ 5 മിനിറ്റ്സിൽ മാത്രം ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ബൈയോ സെല്ല് ചെയ്യുക, 20-25 പിപ്പ് എടുക്കുക, സെക്യൂർ വെക്കുക. അതിൽ 1:2 എന്നോ അല്ലെങ്കിൽ ഇത്ര സ്റ്റോപ്പ് ലോസ് എന്നോ ഇത്ര ടി പി എന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു 20-25 പിപ്പ് എടുക്കുക, ആ സ്കാൽപ്പിംഗ് സെഷനിലേക്ക് മാറ്റി വെക്കുക. അതല്ലാതെ അതെ, നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട്, ബെറ്റർ എന്താ റണ്ണൊക്കെ കിട്ടുന്ന ട്രേഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ, ആദ്യം ഒരു 4 അവർ 1 അവർ 50 മിനിറ്റ്സിലൊക്കെ ഉള്ള വിക്ട് ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒന്ന് EMA കൂടി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിംസിൽ കാണിച്ചു തന്നെ എന്ത് ചെയ്യുക, 4 അവർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒരു മണിക്കൂർ 20 മിനിറ്റ് കൂടി ക്യാൻഡിൽ അപ്പിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു FSC ക്യാൻഡിൽ വരും. പക്ഷെ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പൊ 3 അവറിൽ പോവാ. 3 അവറിൽ പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം എന്തുണ്ട്, ഇവിടെ ഓൾറെഡി FSC ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടില്ലേ, അതങ്ങ് അതെ. എന്ത് ചെയ്താ മാർക്ക് ചെയ്ത് വെച്ച, മാർക്ക് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എഴുതണമെങ്കിൽ ആൾക്ക് എഴുതുകയും ചെയ്യട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ എനിക്ക് ബൈ ചെയ്യേണ്ട ഏരിയ കണ്ടെത്തി അല്ലേ. ഇനിയിപ്പോ 2 അവർ നോക്ക്. 2 അവറിൽ വേറെ എന്തെങ്കിലും കാണിക്കുന്നത്. 2 അവർ നോക്കുന്ന സമയത്ത് മുകളിലെ ഇവിടെ എന്താ കാണുന്നത്, ഇവിടെ ഒരു സെൽ വിക്ട് ബോഡി അല്ലേ ഉള്ളത്. അതെ അതെ, ബെയറിഷ് ബെയറിഷ് വിക്ട് ബോഡി എനിക്ക് കാണുന്നു. ഓക്കെ, ഇതിന് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ സെല്ലിന്റെ സമയത്ത് ആ സമയത്ത് റെഡും ആക്കാം, ബൈനെ നോക്കുന്നെങ്കിൽ ചെറുങ്ങനെ ഗ്രീനും ആക്കി കൊടുത്താൽ മതി. അതാകുമ്പോൾ കൺഫ്യൂഷൻ നമ്മൾ ഒഴിവായി. ഇപ്പം മാർക്ക് ചെയ്തേക്കുന്ന താഴത്തെ മാർക്ക് ചെയ്യുന്നതിന്റെ ഫ്രണ്ടിലെ 2 ക്യാൻഡിലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതും ഒരു FXC അല്ലേ, ആ റെഡ് മാർക്ക് ചെയ്തേക്കുന്നത്? ഇതോ? അതെ അതെ അതെ. ആ ഇല്ല, ഇത് എഫക്ട് ഇവിടെ റെഡ് ക്യാൻഡിൽ അല്ലല്ലോ സെന്ററിൽ വന്ന്. അല്ല, മുമ്പ് ബാക്കിലോട്ട് പോകുമ്പോ. ഇവിടെയാണോ? അല്ലല്ല, ആ, അതിന്റെ എവിടെ? ബാക്കിലെ 2 ക്യാൻഡില്. ഇവിടെ സെല്ലോ, ഇതോ ബെയറിഷോ? ആ ആ, ആ ഇതൊരു ബെയറിഷ് വിക്ട് ബോഡിയാ. ആ അത് മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടില്ല. അത് ഏകദേശം ന്യൂസിന്റെ ഇതുകൊണ്ട്, ന്യൂസിന്റെ അല്ല, അതിന്റെ മുമ്പേ അത് മാർക്കറ്റ് അത് ഫെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. ഉം, ഞാൻ അതാ ഞാൻ ചോദിച്ചത്. അതെടുത്ത എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാലേ, നമ്മള് മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഹയർ ടൈം ഫ്രെയിംസിൽ കാണുന്ന വിക്ട് ബോഡീസിനൊക്കെ ഡയറക്റ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുള്ള പ്രശ്നം എന്റെ വന്നത്. ഡൗട്ട്, ആ, അത് നമുക്ക് കിട്ടിയില്ല, അത് ഫെയിൽ അല്ലേ. അപ്പൊ ഉം, EMA ഉം. ഇട്ടാൽ അതിപ്പം നമുക്ക് അത് കാണാൻ പറ്റും, EMA ലൈൻ അതിൽ കാണുകയില്ലായിരിക്കും അല്ലേ? EMA ആ ടൈമിൽ എനിക്കോ നോക്കട്ടെ, ആക്റ്റീവ് ആണോ അത്? ആക്റ്റീവ് ആണ്. EMAന്റെ താഴത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ചെറിയ ടൈം ഫ്രെയിമിലാണ് പെട്ടെന്ന് കാണിച്ചു തരും. EMA തൊട്ടടുത്തായിട്ട് കാണിച്ചു തരും, ചെറിയ ടൈം ഫ്രെയിമിന്റെ ക്യാൻഡിൽസ് കേട്ടോ. സോ ഇവിടെ നോക്കുന്ന സമയത്തെ മെയിൻലി ഇത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് മാർക്കറ്റിൽ ആദ്യം എന്ത് ഐഡന്റിഫൈ ചെയ്യുക, വലിയ ടൈം ഫ്രെയിമിലുള്ള FXC ക്യാൻഡിൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. വലിയ ടൈം ഫ്രെയിമിൽ ഓരോന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ട് അത് നമ്മളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി എടുക്കുക മാർക്കറ്റിൽ. മാർക്കറ്റ് ഇൻ കേസ് അവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം ഞാൻ ബൈ ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് ഇൻ കേസ് മുകളിലോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ഞാൻ എന്താ നോക്കുള്ളൂ, സെല്ലേ നോക്കുള്ളൂ. സോ 2 അവറിൽ എനിക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു എന്താ പറയുക ബെയറിഷ് FXC ക്യാൻഡിൽ കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി നോക്കുക എവിടെയാണ് ഇനിയിപ്പോ അടുത്ത മാർക്കറ്റ് വരാൻ ചാൻസ് ഉള്ളത്. 30 മിനിറ്റ്സ് നോക്കൂ. 30 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ 3 അവർ FXന്റെ ഉള്ളിൽ തന്നെ 30 മിനിറ്റ്സ് എന്തുണ്ട്, നമുക്ക് വേറൊരു FXC ക്യാൻഡിൽ ഉണ്ട്. മനസ്സിലായോ? ചെറുങ്ങനെ നമ്മൾ എടുത്ത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ 50 മിനിറ്റ്സിലേക്ക് പോയേക്കാം. 50 മിനിറ്റ്സിൽ പോകുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ വലിങ്ങനായിട്ട് ഒന്നുമില്ല. ഇവിടാണ് പിന്നെ ഒരു FXC ക്യാൻഡിൽ സെല്ലിന്റെ സൈഡിൽ.
അത് ടാപ്പ് ചെയ്തേക്കാം. ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങി ടാപ്പ് ചെയ്തിട്ട് ഇല്ല, അത് ടാപ്പ് ചെയ്തിട്ടില്ല. സോ സെല്ലേഴ്സിന്റെ ഏരിയയിൽ എത്തി. സെല്ലേഴ്സിന്റെ ഏരിയസ് നമുക്ക് എന്ത് കിട്ടണം? ഒരു എൻഗൾഫിങ്ങോ വിക്ട് ബോഡീസോ. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെല്ല് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, 2 മിനിറ്റ്സ് നോക്കുന്ന സമയത്തെ ഈ സെല്ലേഴ്സിന്റെ ഏരിയന്റെ ഉള്ളില് ഇവിടെ എന്ത് ക്യാൻഡിലാ ഫോം ചെയ്തേ? ബെയറിഷ് ക്യാൻഡിൽ അല്ലേ? അതെ, ഇവിടെ നമ്മൾ സെല്ല് ഏകദേശം ഒരു 30 പിപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രേഡ് നിങ്ങൾ അനലൈസ് ചെയ്ത് കിട്ടുന്ന ട്രേഡ് 1:2 ട്രേഡ്സോ മാത്രം പുഷ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 മിനിറ്റ്സിലോ 5 മിനിറ്റ്സിലോ 2 മിനിറ്റ്സിലോ എന്ത് വേണം? ഒരു വിക്ട് ബോഡിയോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽസോ നമ്മളെ ഈ സെക്ഷന്റെ ഉള്ളിൽ കിട്ടണം. എന്നാലും നമുക്ക് ബൈ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ആ സെന്ററിൽ വന്ന് ടച്ച് ആയിട്ട് റിട്ടേൺ വരുമ്പോഴാണ് നമുക്ക് വേണ്ടത്. താഴെ വന്നിട്ട് താഴെ ബോക്സിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നില്ല ഇപ്പം അതെ അതെ, അത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതെ അതെ അതെ, അത് ആ ടൈം ഫ്രെയിമത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മള് മാർക്കറ്റ് ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇപ്പൊ താഴോട്ട് വരികയാണെങ്കിലേ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കണം എന്ത് ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ ബുള്ളിഷ് വിക്ട് ബോഡിയോ ഫോം ആവുന്നുണ്ടോ. അതിന്റെ ബേസിലായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇവിടുന്ന് മാർക്കറ്റ് വന്ന് ഡയറക്റ്റ് നമ്മൾ ഈ ക്യാൻഡലിന്റെ വിക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്താണ് ചെറുങ്ങനെ ഒന്ന് പോയിട്ട് നേരെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. നമുക്ക് എന്ത് കിട്ടിയില്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ കൺഫർമേഷൻ ആണ് ക്യാൻഡലിന്റെ കൺഫർമേഷൻ കേട്ടോ. ഓക്കെ. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷൻസ് ഒന്നുകൂടി ഇരുന്നിട്ടേ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കട്ടോ. ഒരു ക്ലാസ്സും ഉണ്ട് 1 മണിക്ക് അങ്ങനെ. സോ വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും പിന്നെ നമ്മളെ ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളെ ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് ഈ ഇൻഡിക്കേറ്റർ ആർക്കെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടില്ല, കിട്ടുന്നില്ല, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചോട്ടോ. ഓക്കെ. ഈ ഇൻഡിക്കേറ്റർ എങ്ങനെ ഓൺ ആക്കാന്ന് പറഞ്ഞു. നമ്മൾ ഇൻഡിക്കേറ്ററിൽ പോവാ. ഈ ലാബ് പറഞ്ഞോ. എന്റെ അടുത്ത് 2 ഉണ്ട്. മറ്റേ ഈ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് കാണിച്ചില്ലേ, അത് കിട്ടാൻ വേണ്ടിട്ട്. സപ്ലൈ ഡിമാൻഡോ? അതെ അതെ അതെ. അതിന്റെ ഇത് ഞാൻ ഇതിലിട്ടുതരാം, ഇൻഡിക്കേറ്ററിൽ ഇട്ടുതരാം കേട്ടോ. ഇതടിച്ചാൽ മതി. MTF സപ്ലൈ ആൻഡ് ഡിമാൻഡ് അടിച്ചു കഴിഞ്ഞാലേ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. ഇവിടെ അടിച്ചു കൊടുക്കുന്ന സമയത്തെ ഇവിടെ നമ്മള് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കിട്ടുന്ന സമയത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കിട്ടും. ഈ രണ്ടാമത്തെ 9.3K ആൾക്കാർ ചെയ്ത JP7FXന്റെ സാധനമാണിത്. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. സപ്ലൈ ഡിമാൻഡ് അടിച്ചു കൊടുക്കാം, അവിടെ കാണാൻ കഴിയും. ഓക്കെ. പെയ്ഡ് വെർഷൻ അല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാ. ഓരോന്ന് ഡിലീറ്റ് ചെയ്തോണ്ട് അടുത്ത് നമുക്ക് അതും പ്രശ്നമല്ല. 2 അല്ലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിക്കേറ്റർ ഒഴിവാക്കിയിട്ട് വേണം ഇത് ഒഴിവാക്കിയിട്ട് നോക്കി നമ്മളെ സെഷൻസിന്റെ. ഓക്കെ. ഇതുപോലത്തെ ഈ കുറച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 5-6 സ്ക്രീൻഷോട്ട് നമുക്ക് ഗ്രൂപ്പിൽ തരുമോ? സമയം കിട്ടുമ്പോ ഇപ്പോഴല്ല. ഞാന് എക്സാമ്പിൾസ് എന്തിന്റെ ആണെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ അത് ചിലപ്പം പ്രയോജനപ്പെടുവേ. ഞാൻ അയക്കുന്നുണ്ട്. ഫൈസ് ബ്ലോന്റെ അയക്കാൻ സമയം കിട്ടും. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡെയിലി അയക്കാൻ പറയാം നോക്കിയിട്ട്. നമ്മുടെ ക്ലാസിന്റെ ഇന്നത്തെ മെയിൻ പോയിന്റ് ഇതല്ലായിരുന്നോ? അതെ ഇത് തന്നെ അതെ. മെയിൻലി ഇത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാല് ഇതായിരുന്നു, നമ്മള് മാർക്കറ്റ് എൻട്രി ആയി കഴിഞ്ഞാല് ഒരു 20-25 പിപ്പൊക്കെ മാക്സിമം നോക്കിയാൽ മതി. അടുത്ത ട്രേഡ് നിങ്ങൾക്ക് എന്തായാലും വിന്നാക്കാൻ പറ്റും. ഈ ഒരു ട്രേഡ് ചിലപ്പോൾ നിങ്ങൾ 25 പിപ്പ് എടുക്കാതെ ചിലപ്പോൾ ലോസ് ആവും. അടുത്ത ട്രേഡ് ചിലപ്പോൾ എന്ത് ചെയ്യും, റിയലി ലോസ് തന്നെ ആയിരിക്കും.
മാർക്കറ്റ് 25 ബിപ്പ് തരാണ്ട് ശരിക്കും ലോസ് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഒരെണ്ണം ലോസ് ആയാലും അടുത്തത് നമ്മുടെ വേറൊരു പ്രിൻസിപ്പിൾ ഇല്ലായിരുന്നോ, മാർട്ടിംഗിൾ പ്രിൻസിപ്പിൾ? മാർട്ടിംഗൽ യൂസ് ചെയ്യണമെങ്കിൽ മാർട്ടിംഗൽ യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ അതും ക്യാപിറ്റൽ അനുസരിച്ച് ഓക്കെ. ക്യാപിറ്റൽ അനുസരിച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ അത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കട്ടോ. എന്നാല് താങ്ക് യു ഫോർ ജോയിനിങ്. ഞാൻ ഇത് ക്ലോസ് ചെയ്യണേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു ബ്രോ. ഓക്കെ ശരി.